എല്ലാവർക്കും നമസ്കാരം. രാധാസ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമെന്നും വിശ്വസിക്കുന്നു. ഇന്ന് ഞാനൊരു പുതിയ ഒരു തരം കറി ഉണ്ടാക്കുവാണ് കേട്ടോ. വെള്ളം ഒന്നും ഒഴിക്കാത്തൊരു കറി. അതിനെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. മസാല ആദ്യം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. 5-6 കഷ്ണം വെളുത്തുള്ളി തൊണ്ട് കളഞ്ഞെടുത്തു. അതിന് മിക്സിയുടെ ജാറിലോട്ടിട്ടു. അത് കഴിഞ്ഞൊരു 3 തക്കാളി അതിനെ ഇതിനകത്തിലോട്ടൊന്ന് ഇട്ടിട്ട്, നല്ല എരിവുള്ള 3 പച്ചമുളക്, നല്ല എരിവുള്ളത് കൊണ്ടാണ്, അല്ലെ 4-5 വേണം കേട്ടോ. ഇതിനെയും കൂടി ഇട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഞാൻ നന്നായിട്ട് അരച്ചെടുത്ത് കണ്ടോ. വെള്ളം തൊടാതെ അരച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് 1.5 ടേബിൾ സ്പൂൺ എണ്ണ, ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ള എണ്ണ എടുക്കാം. നന്നായിട്ടൊന്ന് ചൂടായിക്കോട്ടെ. എണ്ണ നന്നായിട്ട് ചൂടായി. 1/2 സ്പൂണ് കടുക്, 1 സ്പൂണ് ജീരകം, രണ്ടും കൂടെ ഒന്നിച്ചൊന്ന് മൂത്തോട്ടെ. 2 സവാള എടുത്തിട്ട് പൊടിയായിട്ട് അതിനെ അരിഞ്ഞെടുത്തിട്ട്, 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് ഉപ്പ് നമുക്ക് ചെക്ക് ചെയ്തിട്ട് പാകത്തിനിട്ടാൽ മതി. ഇത് ഇമ്മീഡിയറ്റ്ലി ഉള്ളൊരു കറിയാണ് കേട്ടോ. വളരെ ടേസ്റ്റോടു കൂടി ഗുണകരമായ ഒരു കറിയാണ്. ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കി കാണിച്ചു തരാം. ഹൈയിലിടാതെ മീഡിയത്തിൽ കൂടുതൽ ഒട്ടും ഇടരുത് കേട്ടോ. നമ്മൾ വെള്ളമൊന്നും തൊടാതെ ഉണ്ടാക്കുന്നതാണ്. അപ്പം നമ്മൾ അരച്ച് വെച്ചതിനതേ തക്കാളിയുടെ ഒരു നീരാണിത് കണ്ടോ, എല്ലാം കൂടെ അരച്ചെടുത്തത്. ഇത് നല്ലപോലെ തയ്യാറായിട്ടുണ്ട്. അപ്പം നമ്മളുണ്ടല്ലോ ഇതിൻ്റെ ടേസ്റ്റ് നോക്കണം, ഉപ്പ് പാകമാണെന്നൊന്ന്. പേരയ്ക്ക ഉണ്ടല്ലോ, പേരയ്ക്കായെ ഇതേപോലെ കട്ടി കുറവിൽ കണ്ടോ തൊലി ചെത്തി കളഞ്ഞിട്ട് പൊടിയായിട്ട് നമ്മൾ അരിഞ്ഞെടുത്തു. ഞാൻ ഈ മസാല ചെക്ക് ചെയ്ത് നോക്കി, ഉപ്പൊക്കെ പാകത്തിനാണ്. നമ്മൾ ചുവന്ന മുളക് പൊടി ഒന്നും ഇടത്തില്ല, അതുകൊണ്ടാണ് പച്ചമുളക് അരച്ചത്. അപ്പോൾ എല്ലാം ഓക്കെ ആയി. എന്നിട്ട് നമ്മൾ ഇതിനെ ഇങ്ങോട്ട് ഇട്ടു. എന്നിട്ട് എന്ത് വേണമെന്നറിയാമോ? കറിവേപ്പിലയാണ്, അതും കൂടി ഇട്ടിട്ടേ നമുക്ക് ഇതിനെ ഒന്ന് മറിച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് ചെറുതായിട്ട് മറിക്കാം. മറിച്ചേ ഇടാവൂ, കൂട്ടി ഇളക്കരുത് കണ്ടോ. എന്നിട്ട് അടപ്പും വെച്ചു. എന്നിട്ട് സിമ്മിൽ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്കൊന്ന് പൊക്കി ഒന്നും കൂടെ ഒന്ന് മറിച്ച് കൊടുക്കാം. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ അടപ്പ് പൊക്കിയിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് മറിച്ചിടണം കേട്ടോ. അപ്പോൾ ഇതിന് ഓട്ടോമാറ്റിക്കലി ഒരു നനവുണ്ട്, പേരയ്ക്കായ്ക്കും തക്കാളിക്കും. അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ ഒന്നും കൂടെ അടച്ചിട്ട് ഒരു 5 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ട് പൊക്കിയെടുക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ വെക്കണ്ട കേട്ടോ. നമ്മൾ പാത്രത്തിലോട്ട് കോരാൻ പോവാണ്. എൻ്റെ ചാനൽ കണ്ട് ഇഷ്ടപ്പെടുന്നവർ വിലയേറിയ അഭിപ്രായം തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, ആഗ്രഹിക്കുന്നു. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.